നമുക്കിപ്പോൾ ഈ നിയമസഭാ കക്ഷി യോഗത്തിൽ രണ്ട് അംഗങ്ങൾ പങ്കെടുത്തിട്ടില്ല. അതിൽ ഒന്ന് രമേശ് ചെന്നിത്തലയും മറ്റൊന്ന് ദീപക് ജോയിയുമാണ്. ഇരുവരും പങ്കെടുത്തിട്ടില്ല. പക്ഷേ അവർ രണ്ടുപേരും തന്നെ വി.ഡി. സതീശനെ പിന്തുണച്ചുകൊണ്ടുള്ള കത്ത് നൽകിയിട്ടുണ്ട് എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ദീപക് ധർമ്മടം നമ്മളോടൊപ്പം ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ദീപക്, നിയമസഭാ കക്ഷി യോഗത്തിൽ രണ്ടുപേരുടെ അസാന്നിധ്യമാണ് അറിയുന്നത്. ഒന്ന് രമേശ് ചെന്നിത്തലയാണ്, മറ്റൊന്ന് ദീപക് ജോയിയാണ്. ഇരുവരും എന്തുകൊണ്ടാണ് യോഗത്തിൽ പങ്കെടുക്കാതിരുന്നത്? ഇരുവരും വി.ഡി. സതീശന് പിന്തുണ അറിയിച്ചുകൊണ്ടുള്ള കത്ത് കൈമാറിയിട്ടുണ്ടോ? എന്തൊക്കെയാണ് നിയമസഭാ കക്ഷി യോഗത്തിൽ നേതാക്കൾ നടത്തിയ പ്രസംഗത്തിന്റെ വിശദാംശങ്ങൾ ഉണ്ടോ? അതിന്റെ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഗോപികൃഷ്ണൻ, ഈ യോഗത്തിൽ 2 MLA-മാർ പങ്കെടുത്തില്ല എന്ന് 2 നേതാക്കൾ യോഗത്തിൽ സംസാരിച്ചു. ഒന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് സംസാരിച്ചു, മറ്റൊന്ന് ദീപാദാസ് മുൻഷിയും സംസാരിച്ചു. അതിൽ രമേശ് ചെന്നിത്തലയുടെ പേരാണ് ദീപാദാസ് മുൻഷി എടുത്തു പറഞ്ഞത്. അദ്ദേഹം യോഗത്തിൽ എത്തിയിട്ടില്ല, പക്ഷേ അദ്ദേഹം കത്തു നൽകിയിട്ടുണ്ട്, KPCC പ്രസിഡന്റിന് കത്തു നൽകിയിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. ഈ കത്തു നൽകി എന്ന കാര്യം സണ്ണി ജോസഫും യോഗത്തിൽ എടുത്തു പറയുന്നു. ദീപക് ജോയിയുടെ കാര്യത്തിൽ അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടാണ് പങ്കെടുക്കാത്തത് എന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. അതായത് 2 MLA-മാർ യോഗത്തിൽ പങ്കെടുത്തിട്ടില്ല. അതിൽ രമേശ് ചെന്നിത്തലയുടെ കാര്യത്തിൽ പറഞ്ഞത് ഗുരുവായൂരിലേക്ക് പോകേണ്ടത് കൊണ്ടാണ്. രമേശ് ചെന്നിത്തല രാവിലെ പിണങ്ങിപ്പോയി എന്നുള്ളതൊക്കെ വാർത്തയിൽ വന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്നത്തെ യോഗത്തിൽ വി.ഡി. സതീശൻ നടത്തിയ വികാരപരമായ പ്രസംഗമാണ്. അദ്ദേഹം ഏതാണ്ട് ഒരു 10 മിനിറ്റോളം മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ. പക്ഷേ ആ പ്രസംഗത്തിൽ വളരെ വിശദമായി അദ്ദേഹം 2001 തിരഞ്ഞെടുപ്പിലുണ്ടായ നേട്ടം, അതിനുശേഷമുണ്ടായ തകർച്ച, മറ്റൊരു കാര്യം അദ്ദേഹം പ്രധാനമായും പറഞ്ഞത് ടീം UDF ആയിരുന്നു വിജയം നേടിയത്. ഇനി ടീം കോൺഗ്രസ് എന്നുള്ള നിലയിൽ നമ്മൾ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകേണ്ടതുണ്ട്. മന്ത്രിസഭാ രൂപീകരണത്തിൽ KC വേണുഗോപാൽ ആയിരിക്കും കാര്യങ്ങൾ തീരുമാനിക്കുക എന്ന് കൃത്യമായി വി.ഡി. സതീശൻ പറഞ്ഞു. KC വേണുഗോപാൽ കേരളത്തിലേക്ക് വരും, വന്നതിന് ശേഷമായിരിക്കും മന്ത്രിസഭാ രൂപീകരണ കാര്യങ്ങളിൽ ചർച്ച ആരംഭിക്കുക എന്ന് വി.ഡി. സതീശൻ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ പറഞ്ഞു. വി.ഡി. സതീശന്റെ പ്രസംഗത്തിൽ അദ്ദേഹം വളരെ പക്വമായ വികാരപരമായ ഒരു പ്രസംഗമാണ് അദ്ദേഹം നടത്തിയത്. അദ്ദേഹം ആദ്യം തുടങ്ങിയത് തന്നെ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിക്ക് നന്ദി പറഞ്ഞുകൊണ്ടാണ്. അത് കഴിഞ്ഞ് ഏറ്റവും ഒടുവിൽ അവസാനിപ്പിച്ചത് ഈ ഇരിക്കുന്നതിലെ എല്ലാ MLA-മാർക്കും ഏത് പാതിരാത്രിയിലും എന്നെ വിളിക്കാം, എന്റെ അടുത്തേക്ക് വരാം, ഒരു അനുജനെ പോലെ, ഒരു ചേട്ടനെ പോലെ, സഹോദരനെ പോലെ കണ്ട് പെരുമാറാം. ഏതെങ്കിലും രീതിയിലുള്ള അകൽച്ച ഉണ്ടായിരുന്നെങ്കിൽ അതെല്ലാം ഇതോടെ തീരണം. ഇനി ഒരു ഒറ്റക്കെട്ടായി കോൺഗ്രസ് MLA-മാർ മുന്നോട്ട് പോകണം. ടീം UDF ഉണ്ടാക്കിയ വിജയമാണ്. അതിൽ ടീം കോൺഗ്രസ് എന്നുള്ള വികാരത്തോടുകൂടി ഒറ്റക്കെട്ടായി നിന്നില്ലെങ്കിൽ തിരിച്ചടി ഉണ്ടാകും എന്നുള്ള മുന്നറിയിപ്പ് കൂടി വളരെ കൃത്യമായി വി.ഡി. സതീശൻ ഈ യോഗത്തിൽ നൽകി. മാത്രമല്ല, സണ്ണി ജോസഫും വി.ഡി. സതീശനും സംസാരിക്കുമ്പോൾ സണ്ണി ജോസഫും പറഞ്ഞു ഇതൊരു ടീം UDF-ന്റെ വിജയമാണ്, പ്രത്യേകിച്ച് ഘടകകക്ഷികളെ ചേർത്ത് പിടിക്കുന്ന കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് വി.ഡി. സതീശന്റെ പ്രസംഗത്തിലുണ്ടായി. മുഗൾവാസനയ്ക്ക് സംസാരിക്കുമ്പോഴും അതുപോലെ ദീപാദാസ് മുൻഷി സംസാരിക്കുമ്പോഴും അവരും ഹൈക്കമാൻഡ് പല കാര്യങ്ങൾ പരിഗണിച്ചാണ് ഈ തീരുമാനത്തിലേക്ക് എത്തിയത്. ഭൂരിപക്ഷം നോക്കിയല്ല ഈ തീരുമാനം, മറ്റു പല ഘടകങ്ങളും കണക്കിലെടുത്താണ് എന്ന് ദീപാദാസ് മുൻഷി ഈ യോഗത്തിൽ പറയുകയുണ്ടായി. ഏതായാലും ഒരു ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണമെന്ന സന്ദേശമാണ് ഈ യോഗം നൽകിയത്. പക്ഷേ മന്ത്രിസഭാ രൂപീകരണം ഏറ്റവും നിർണായകമായ ഒരു പ്രതികരണം ഈ യോഗത്തിൽ KC വേണുഗോപാൽ ആയിരിക്കും ക്യാബിനറ്റിന്റെ ഫോർമേഷനിൽ ഏറ്റവും ട്രബിൾ ഷൂട്ടർ ആവുക, നിർണായക ഘടകമാവുക എന്ന് വി.ഡി. സതീശൻ നിയുക്ത മുഖ്യമന്ത്രി ഈ യോഗത്തിൽ പറയുകയുണ്ടായി. ഗോപികൃഷ്ണൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.